നമസ്തേ, ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിരാത്ര യാഗത്തിലെ അഗ്നിചയനം എന്ന ചടങ്ങിൻ്റെ വിവിധങ്ങളും വിഭിന്നങ്ങളും ആഴമേറിയതുമായ അർത്ഥതലങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ അതിയജ്ഞാർത്ഥവും ആസ്ട്രോണമിക്കലായ അതിദൈവതാർത്ഥവും മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട അധ്യാത്മാർത്ഥവും നമ്മൾ ഇതിനകം തന്നെ ചർച്ച ചെയ്തു. ഇനി നാലാമത്തേത് ഏറ്റവും സൂക്ഷ്മവും ഏറ്റവും ശ്രേഷ്ഠവുമായി കാണുന്ന അതിപ്രജം എന്ന അർത്ഥത്തിലേക്കാണ് നമുക്ക് കടക്കേണ്ടത്. ഈശ്വരൻ്റെ സൃഷ്ടിയജ്ഞത്തിൻ്റെ ഒരു പുനരാവിഷ്കാരമായിട്ടാണ് വാസ്തവത്തിൽ യാഗങ്ങളെല്ലാം നാടകീയമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പ്രപഞ്ചം എങ്ങനെ രൂപപ്പെട്ടു എന്നതിൻ്റെ ഓരോരോ ഘട്ടങ്ങളാണ് യാഗത്തിൽ ഒരു നാടകം പോലെ ക്രമത്തിൽ അവതരിപ്പിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ഒരു അർത്ഥം നൂറ്റാണ്ടുകളായിട്ട് വിസ്മൃതമായി കിടക്കുന്ന അവസ്ഥയിലാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നാം ഇവിടെ എടുത്തു പഠിക്കുന്ന ശതപഥ ബ്രാഹ്മണത്തിലെ അഗ്നിചയന വർണ്ണനയുടെ കാര്യം തന്നെ എടുത്താൽ ഇന്നേ വരെ ആരും തന്നെ ഈ ബ്രാഹ്മണ വചനങ്ങളുടെ സൃഷ്ടിപരമായ അർത്ഥം പറയുന്നത് കേട്ടിട്ടേ ഇല്ല, എവിടെയും വായിച്ചിട്ടുമില്ല. എന്നാൽ ഋഗ്വേദത്തിലെ അഖമർഷണ സൂക്തത്തെ ചേർത്ത് വെച്ച് പഠിച്ചാൽ ആ സൂക്ഷ്മാർത്ഥം നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്ത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ഏറെ സൂക്ഷ്മമായ ആ അർത്ഥത്തെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പരമാവധി ശ്രമിക്കാമെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അഗ്നിചയനത്തിൽ പ്രജാപതിയെ സംവത്സര രൂപനായിട്ടാണല്ലോ നമ്മൾ കണ്ടത്. നാം പഠന വിധേയമാക്കുന്ന ശതപഥ ബ്രാഹ്മണത്തിലെ അഗ്നിചയന വ്യാഖ്യാനത്തിൽ സംവത്സരാത് പ്രജാപതേഹേ എന്ന് ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രജാപതി എന്നാൽ ഈശ്വരൻ്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ശക്തിവിശേഷമാണ്. ആ മഹത്തായ ശക്തിവിശേഷത്തെ വ്യക്തിരൂപത്തിൽ വർണ്ണിച്ചുകൊണ്ടാണ് വൈദിക സാഹിത്യത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രജാപതിയുടെ ശരീരം ഈ പ്രപഞ്ചം തന്നെയാണ്. ആ ശരീരത്തിൻ്റെ ആദിമ അവസ്ഥകളെക്കുറിച്ചുള്ള വർണ്ണന വേദങ്ങളിലാണ് നമ്മൾ കാണുന്നത്. ഋഗ്വേദത്തിലെ അഖമർഷണ സൂക്തത്തിൽ ഈ സംവത്സരത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള വർണ്ണന തന്നെയുണ്ട്. ഓം സമുദ്രാധർണവാദധി സംവത്സരോ ജായത അഹോരാത്രാണി വിദധത് വിശ്വസ്യ മിഷതോ വശീ. അലകളോടുകൂടിയ ചലനാത്മകമായ സമുദ്രം കണക്കെയുള്ള ആ ആദിമ അവസ്ഥയിൽ നിന്നും സംവത്സരമുണ്ടായി. തുടർന്ന് ആ സംവത്സരത്തിൽ പ്രത്യേകം അഹോരാത്രങ്ങൾ ഉണ്ടായി. ഇങ്ങനെയാണ് അഖമർഷണ സൂക്തത്തിലെ 2-ാം മന്ത്രത്തിൽ പറഞ്ഞത് നമ്മൾ കേൾക്കുന്നത്. വേദങ്ങളിലെ സൃഷ്ടിസങ്കല്പത്തെക്കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതുകയുണ്ടായി, ഭാവവൃത്തം, വേദങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി രഹസ്യം എന്ന പേരിൽ. ആ പുസ്തകത്തിൽ ഇപ്പോൾ പറഞ്ഞ ഈ അഖമർഷണ മന്ത്രഭാഗത്തെ സംബന്ധിച്ച് എഴുതിയ ഏതാനും വരികൾ നിങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അലകളോടുകൂടിയ ആ സമുദ്രത്തിൽ നിന്നുമാണ് സംവത്സരം പ്രകടമായത് എന്നതാണ് ആദ്യ പ്രസ്താവം. നമ്മുടെ ലോകത്തറിയപ്പെടുന്ന സംവത്സരം വർഷം, ഇയർ അല്ല ഇത്, മറിച്ച് ഏതൊന്നാണോ മാർത്താണ്ഡൻ്റെയും പിന്നീട് വിവസ്വാൻ്റെയും രൂപത്തിൽ പ്രകടമാകുന്നത്, കാര്യലോകത്തുള്ള ആ തരംഗത്തെയാണ് ഇവിടെ സംവത്സരമായി പ്രതിപാദിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആ സംവത്സരം ഒരു രഥം കണക്കെ ഗതി ചെയ്യുന്നു എന്നാണ് അഥർവവേദത്തിലെ പ്രസ്താവം. അതായത് ഇവിടെ പറയുന്ന സംവത്സരം നമ്മുടെ ലോകത്ത് ഇപ്പോഴുള്ള വർഷം, ഇയർ അല്ല, മറിച്ച് സൃഷ്ടിയുടെ ആദിമഘട്ടങ്ങളിൽ രൂപം കൊണ്ട ഒരവസ്ഥാവിശേഷമാണത്. പ്രജാപതിയുടെ ശരീരം എന്നാണ് ഈ സംവത്സരത്തെ വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ഈ ശരീരം അഥവാ സംവത്സരം അതിൻ്റെ ആദിമാവസ്ഥയിൽ രൂപമില്ലാത്ത വെറും തരംഗമായിരുന്നു. മാർത്താണ്ഡൻ എന്നാണ് ഋഗ്വേദത്തിലെ അതിഥി സൂക്തത്തിൽ ഈ തരംഗത്തെ വിളിക്കുന്നത്. പിന്നീട് ആ തരംഗം സ്വർലോകത്തിൽ രൂപം കൊണ്ട ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ പഞ്ചതന്മാത്രകളുടെ പരമാണുക്കളുടെ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ആദ്യം അത് ആകാശമായും പിന്നീട് വായു, തേജസ്, അപ്പ്, പൃഥ്വി എന്നീ ക്രമത്തിൽ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ച് ഭൗതിക പ്രപഞ്ചമായി രൂപം കൊള്ളുകയും ചെയ്യും. ഈ അവസ്ഥയെ വിവസ്വാൻ എന്നാണ് ഋഷിമാർ വിളിച്ചിരിക്കുന്നത്. ശതപഥ ബ്രാഹ്മണത്തിലെ അഗ്നിചയനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രസ്താവം ഭാവവൃത്തത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം ഞാൻ അവിടെ ഭാവവൃത്തത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ ഒരിക്കൽ കൂടി പറയാം. മൃത്യു വിവസ്വാനിൽ വസിക്കുന്നു.
ഈ ആദിത്യനാണ് വിവസ്വാൻ, കാരണം അത് അഹോരാത്രങ്ങളെ ധരിച്ചിരിക്കുന്നു, മൃത്യു അവനിൽ വസിക്കുന്നു. ഇത് ശതപഥ ബ്രാഹ്മണത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഭാവവൃത്തത്തിൽ ഞാൻ എടുത്ത് ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ. പ്രജാപതിയുടെ ശരീരമാകുന്ന സംവത്സരം മാർത്താണ്ഡനിൽ നിന്നും വിവസ്വാനായി രൂപം കൊള്ളുമ്പോഴാണ് അത് അഹോരാത്രങ്ങളെ ധരിക്കുന്നത്. അതായത് ആദ്യം മാർത്താണ്ഡ അവസ്ഥയിൽ സംവത്സരത്തിൽ അഹോരാത്ര ഭേദമുണ്ടായിരുന്നില്ല. പിന്നീട് ആ സംവത്സര തരംഗം പഞ്ചതന്മാത്രാമണ്ഡലത്തിലേക്ക് കടന്നതോടെ ശബ്ദതന്മാത്രകൾ കൂടിച്ചേർന്ന് ആകാശവും ആകാശത്തിനുള്ളിലെ ശബ്ദതന്മാത്രയും സ്പർശതന്മാത്രയും കൂടിച്ചേർന്ന് വായുകണവും അതിനോട് രൂപതന്മാത്ര കൂടിച്ചേർന്ന് തേജക്കണവും അതിനോട് രസതന്മാത്ര കൂടിച്ചേർന്ന് ആപകണവും അതിനോട് ഗന്ധതന്മാത്ര കൂടിച്ചേർന്ന് പൃഥ്വീകണവും ഉണ്ടായി. തുടർന്ന് വായു, തേജസ്, ആപം, പൃഥ്വി എന്നീ ഭൂതകണങ്ങൾ ആകാശത്തിൽ പരസ്പരം കൂടിച്ചേർന്ന് ക്രമത്തിൽ ചെറിയ ചെറിയ പദാർത്ഥങ്ങളും പിന്നീട് മഹത്തായ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ജീവശരീരങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചമായിട്ട് മാറി. ഇങ്ങനെ കണങ്ങളുടെ കൂടിച്ചേരലും വേർപിരിയലും സംഭവിക്കുന്ന ലോകത്തെയാണ് അഹോരാത്രങ്ങൾ എന്ന് വേദങ്ങളിൽ വിളിച്ചിരിക്കുന്നു. അപ്പോൾ അഘമർഷണ സൂക്തത്തിലെ അഹോരാത്രം എന്ന് പറയുന്ന പ്രയോഗം ലോകത്തെ ഇന്നത്തെ നമ്മുടെ ലോകത്തിലുള്ള രാത്രി പകലുകളെക്കുറിച്ചല്ല എന്ന് മനസ്സിലായല്ലോ. ഗ്രഹനക്ഷത്രാദികളുടെ സൃഷ്ടിയും പ്രളയവും നടക്കുന്ന കാലചക്രമാണ് ഇവ. ഇവയെ ബ്രാഹ്മ അഹോരാത്രം എന്നാണ് വിളിക്കുന്നത്. 864 കോടി വർഷങ്ങളാണ് ഓരോ ബ്രാഹ്മ അഹോരാത്രങ്ങളുടെയും ദൈർഘ്യം. ഇങ്ങനെയുള്ള 360 ബ്രാഹ്മ അഹോരാത്രങ്ങൾ ചേർന്നാൽ ഒരു ബ്രാഹ്മ സംവത്സരമായി. അതായത് നാം നേരത്തെ പറഞ്ഞ തരംഗരൂപത്തിലുള്ള ഒരു സംവത്സരത്തിൻ്റെ ആകെ ആയുസ് 360 ഗുണിക്കണം 864 കോടി വർഷങ്ങളാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഭാവവൃത്തം വേദങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി രഹസ്യം എന്ന പുസ്തകം വായിക്കൂ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. അഘമർഷണ സൂക്തത്തിൽ, ഋഗ്വേദത്തിലെ വേദത്തിൽ പറയുന്ന അഘമർഷണ സൂക്തത്തിൽ പറയുന്നത് ആദ്യം സംവത്സരം ഉണ്ടായി, പിന്നീട് അഹോരാത്രങ്ങൾ ഉണ്ടായി. അതിൻ്റെ ഭാഗമായി സൂര്യചന്ദ്രന്മാരും ദ്വിലോകവും പൃഥ്വിയും അന്തരീക്ഷവും ഉണ്ടായി എന്നാണ്. ഈ ഒരു ക്രമത്തിൻ്റെ കാരണമാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചത്. ഇനി നമുക്ക് അഗ്നിചയനത്തിലെ ഇഷ്ടികകളുടെ എണ്ണവുമായി നമുക്കിതിനെ ചേർത്ത് വെച്ച് പഠിക്കേണ്ടതുണ്ട്. ഇതേക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. കാരണം വളരെ ഗഹനമായ വിഷയമാണ്. ഇന്ന് ആ വിഷയം മനസ്സിലാക്കാൻ എളുപ്പമല്ല. ഭാവവൃത്തം എന്ന പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ വളരെ നന്നായിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ പുസ്തകം വായിക്കാവുന്നതാണ്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.